ഹൈ വേബ്സ്, വെൽക്കം ബാക്ക്. മെമ്മറി ലെറ്ററിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു കൊണ്ട് നിർത്തിയത്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് സോങ്ഷം ആ ഒരു മിററിലൂടെ അഥവാ ആ ഒരു പോർട്ടലിലൂടെ അക്സോന്റെ റൂമിലേക്ക് വരാൻ ശ്രമിച്ചായിരുന്നല്ലോ. ആ ഒരു സീനാണ്. നമ്മുടെ ചെക്കൻ നേരെ ചാടുന്നതും വേറെ ഏതോ ഒരു റൂമിലേക്കാണ് എത്തുന്നത്. അവൻ ആകെപ്പാടെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. ആകെപ്പാടെ കിളിവോട്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ബിൽഡിങ്ങിന്റെ ഓണർ ആയിട്ടുള്ള ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. നീ കള്ളനാണോന്നും ചോദിച്ചാൽ നമ്മുടെ ചെക്കനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെപ്പാടെ കിളിവോട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ലേഡി പറയുന്നത്, ഇങ്ങനെ അതിക്രമിച്ച് കയറിയതിന് പോലീസിനെയാണ് വിളിക്കേണ്ടത്, ആരാ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റിയെന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുത്തോണ്ടിരിക്കാണ്. അതിൻ്റെയൊക്കെയാണ് നമ്മുടെ ചെക്കൻ കാണുന്നത് അവിടെ ഒരു കലണ്ടർ ഉള്ളത്. അതിലെ ഇയർ നോക്കുമ്പം 2538 എന്നാണുള്ളത്. പക്ഷെ അക്സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ 2565 ഉള്ളത് എന്നാണല്ലോ. അതുകൊണ്ട് ആകെപ്പാടെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം 27 കൊല്ലം പുറകോട്ടേക്കാണ് സോങ് വന്നിട്ടുള്ളത്. ഒന്നാമത് അവൻ്റെ ലോകമല്ല, അക്സോണുള്ള സ്ഥലത്തല്ല വന്നിട്ടുള്ളതും. അങ്ങനെ ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആ പരിസരത്തൂടെ മൊത്തം ചുറ്റി നടക്കുന്നുണ്ട്. രാത്രി ആവുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യണമല്ലോ. വരുന്ന സമയത്ത് തന്നെ കുറച്ച് പേര് കൂടെ നിന്ന് സംസാരിക്കുന്നതാണത്. അവരെ കണ്ടാലേ അറിയാൻ റൗഡീസ് ആണെന്ന്. പക്ഷെ നമ്മുടെ ചെക്കനത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോന്ന്. നിന്നിവിടെ ഒന്നും പരിചയമില്ലല്ലോ, എന്താ വീട്ടിൽ നിന്ന് ഓടി വന്നെയാണോ എന്ന് അവര്. അങ്ങനെയും പറയാമെന്ന് നമ്മുടെ ചെക്കൻ പറയുമ്പം ഇവിടെ പൈസ ഒന്നും ഇല്ലാതെ താമസിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അവര് പറയാണ്. ഇത് മതിയൊന്നും ചോദിച്ചാൽ നമ്മുടെ ചെക്കൻ ഒരു ഗോൾഡ് കോയിൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓ, ധാരാളം എന്ന് പറഞ്ഞത് മേടിക്കാൻ നോക്കുവാണ്. ആദ്യം സ്ഥലം പറ, അത് കഴിഞ്ഞിട്ട് പൈസ തരാന്ന് പറഞ്ഞ നമ്മുടെ ചെക്കൻ. അപ്പോൾ ഇവരാണെങ്കിൽ ഇവനായിട്ട് ഓടിക്കുവാണ്. ഭാഗ്യത്തിന് അവരുടെ കൈപ്പെടാതെ നമ്മുടെ ചെക്കൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അവര് വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. അക്സോൺ ആണല്ലോ മൂത്തത്. അക്സോൺ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ലോകം എന്ത് ഇത്ര ക്രൂവലായിട്ടുള്ളത് എന്ന് ആലോചിച്ച് നമ്മുടെ ചെക്കൻ കുറച്ച് പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഏതോ ഒരു പെണ്ണാണ് നമ്മുടെ ചെക്കനെ വിളിച്ച് എണീപ്പിക്കുന്നത്. ആ ഒരു പെണ്ണിനെ കണ്ടിട്ടും ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ പെണ്ണിന്റെ കയ്യില് വാട്ടർ ബോട്ടിലുള്ളത്. അത് നോക്കുമ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ ദാഹിക്കുന്നുണ്ട് എന്ന്. വെള്ളം വേണമെന്ന് വെച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കനാണെങ്കിൽ അത് മേടിക്കാനും പേടി. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേക്കാണ് അത് മേടിച്ച് കുടിക്കുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ടും ഏകദേശം ഒരു ദിവസം ആയല്ലോ. അതുകൊണ്ട് തന്നെ മടുമടിയെന്നാണ് കുടിക്കുന്നത്. എൻ്റെ പേര് ലിഖിത് എന്നാണ്, നിന്റെ പേരെന്താണെന്ന് ആ പെണ്ണ്. സോങ്സും എന്ന് പറയുമ്പം നിന്നെ നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് നമ്മുടെ ചെക്കൻ. അതോ വീട്ടിൽ നിന്ന് ഓടി വന്നയാണോ? അതിനും അതേന്നാണ് സോങ് പറയുന്നത്. ശരിക്കും പറ, നീ ഓടി വന്നയാണോ അതോ നഷ്ടപ്പെട്ടതാണോ എന്ന് ലിഖിത്. രണ്ടും കൂടിയാണെന്ന് നമ്മുടെ ചെക്കൻ. ശരിയാണല്ലോ, നഷ്ടപ്പെട്ടതും ഓടി വന്നെന്നും പറയാലോ. ശരി, നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് നമ്മുടെ ചെക്കൻ. അപ്പൊ നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പം ആന്ന് തലയാട്ടുവാണ്. ഈ ലിഖിത് എന്നുള്ള പേര് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മുടെ അക്സോന്റെ അമ്മേന്റെ പേരാണ് ലിഖിത് എന്നുള്ളത്. ലിഖിത് സോങ്ങിനെയും കൂട്ടിയിട്ട് അവളെ താമസിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നോക്കുമ്പം മെറി ക്രിസ്മസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രിസ്മസ് ആണോ എന്ന് നമ്മുടെ ചെക്കൻ. അതേ നമ്മളെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചെക്കൻ്റെ ഫേസിലാണെങ്കിലും ഒരു സ്മൈലി വരുന്നുണ്ട്. നല്ലൊരു മെമ്മറി ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അക്സോന്റെ അച്ഛൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സോങ്ങിനെ കണ്ടിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പം ഇതാണ് സോങ്ജൻ, ഞാനിവിടെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടതാണ്, നമുക്ക് ഇവനെയും കൂടെ നമ്മുടെ കൂടെ താമസിപ്പിക്കാം, അവനോടെയും പോകാനില്ലെന്ന് ലിഖിത്. അതുകൊള്ളാം, നീ ഫുഡ് മേടിക്കാൻ പോയിട്ട് ഒരു മനുഷ്യനെയാണോ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് എന്ന് അക്സോന്റെ അച്ഛൻ ചോദിക്കുമ്പം അവനാരുമില്ല, എവിടെയും പോകാനുമില്ല, സോ നമുക്ക് ഇവനെ കൂടെ താമസിപ്പിക്കാം, ഞാനും നിങ്ങളുടെ കൂടെ അങ്ങനെയല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നീ താമസിക്കുന്ന പോലെയാണോ അവൻ? അവനെ മനുഷ്യനാണ്, ഈ പട്ടിയും പൂച്ചയൊന്നല്ല അവനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ. അതെന്താ സെയിം അല്ലാത്തത്? എന്നെ ഇവിടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാണ് ലിഖിത് നിൽക്കുന്നത്. ഇവളിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ അക്സോന്റെ അച്ഛനും ശരി ഓക്കെ എന്നുള്ള രീതിക്ക് സോങ്ങിൻ്റെ അടുത്ത് പോയിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് പോകാനോ ഒരു സ്ഥലവും ഇല്ലേ? ഇല്ലെന്ന് സോങ്. ശരി ഓക്കെ, നീ താമസിച്ചോ, പക്ഷെ ഫ്രീ ആയിട്ടൊന്നും പറ്റത്തില്ല, റെന്റ് തരണം. അതെന്ത് വർത്താനാ? ഞാനിവിടെ ഫ്രീ ആയിട്ടല്ലേ നിൽക്കുന്നത്? ഒന്നുമില്ലേലും ഇത് നിന്റെ പാരൻസിന്റെ വീടല്ലേ, എന്നിട്ട് പോലും ഞാനിവിടെ ഫ്രീ ആയിട്ടല്ലേ നിൽക്കുന്നത്, പിന്നെ ഇതിന് അവൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്നതെന്നും പറഞ്ഞാണ് ലിഖിത് നിൽക്കുന്നത്. അത് സാരമില്ല എന്നുള്ള രീതിക്ക് നമ്മുടെ ചെക്കൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് ഗോൾഡ് കോയിൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. സോങ്ങിനെ പരിചയപ്പെട്ടപ്പം അക്സോന്റെ അച്ഛൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് പല്ലോപ്പ് എന്നാണ്. സോങ് ജിമിന് അവന്റെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന സാധാരണ കോയിനാണ് അതെങ്കിൽ പോലും നമുക്കിവിടെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ കുറച്ച് വില മതിപ്പുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ പല്ലോപ്പ് ചോദിക്കുന്നുണ്ട്, നീ റിച്ച് ആയിട്ടുള്ള വല്ല ആളുമാണോ? ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിച്ചിങ്ങോട്ട് വല്ലതും വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് പാരൻസ് ഇല്ലെന്ന് സോങ്. ശരി, പൈസ എന്ന സ്ഥിതിക്ക് എത്ര വേണം ഇവിടെ നിന്നു എന്നും പറഞ്ഞ് പല്ലപ്പ് അവിടുന്ന് പോകുന്നുണ്ട്. സമയത്ത് നമ്മുടെ സോങ്സും ആയിക്കോട്ടെ ലിഖിത് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ക്രിസ്മസ് ആണല്ലോ, നൈറ്റ് 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് ലിഖിത്
നമ്മുടെ സോങ്ങിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. അവനാണ് ഈ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ ഈ കോയിന് ഭയങ്കര വിലമതിപ്പുണ്ട് എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സോങ് പറയുമ്പം നിനക്ക് ശരിക്കും ഇതൊന്നും അറിയത്തില്ലേ, ഗോൾഡ് എന്താണെന്നൊന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചാണ് പല്ലോപ്പ് നിൽക്കുന്നത്. അതുമാത്രമല്ല ചെറുതായിട്ട് അവനെ വഴക്കം പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരെയും സ്വർണം കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് നിന്നെ കൊള്ളയടിക്കാൻ ചാൻസ് ഉണ്ട്, മോഷ്ടിക്കും, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊന്നും നടക്കരുത് എന്നാണ് പറയുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് സോങ്ങും ഒരു ടേപ്പാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഈ പണ്ട് ഈ മറ്റേ ക്യാസറ്റ് ഉണ്ടല്ലോ മ്യൂസിക് കേൾക്കുന്നത്, ഈ മറ്റേ ഈ ചൊറയായിട്ട് ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം അതാണ് മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ചെക്കനാണെങ്കിൽ അത് മേടിക്കുകയൊക്കെ ചെയ്തു ഹാപ്പി ആയിട്ട് എടുത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. നിനക്കിതൊന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ച് പല്ലോപ്പാണ് വന്ന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അതാണെങ്കിൽ ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ആര് നമ്മുടെ അക്സോൺ എന്ന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ, ക്രിസ്മസ് ആകുമ്പം അച്ഛനെപ്പോഴും വെക്കാറുണ്ട് എന്ന്. അതേ പാട്ട് തന്നെയാണ് നമ്മുടെ സോങ് വെക്കുന്നത്. ഇത് ക്രിസ്മസ് സോങ് ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പല്ലോപ്പ് ചോദിക്കുമ്പം അത് എനിക്കൊരാളെ പറഞ്ഞു തന്നാണെന്ന് സോങ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്നിരുന്ന് അക്സോണിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അക്സോണിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരിപ്പോൾ ഒരേ പ്ലാനറ്റിലാണെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ അക്സോൺ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ കൊച്ചോടെ ഇരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ലിഖിത്ത് നമ്മുടെ ചെക്കന് എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതും മെഡിക്കൽ എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പം സോങ്ങിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ആള് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം അവരുടെ കൂടെ തന്നെയാണ് സോങ് നിൽക്കുന്നത്. ഈ ലോകത്തെ റൂൾസൊക്കെ സിമ്പിളാണ്, പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്നുള്ള കാര്യം മനസ്സിലായി എന്നുള്ള രീതിക്കാണ് സോങ് നമ്മുടെ അടുത്ത് പറയുന്നത്. ആ ഒരു ടൈമിൽ തന്നെ പലവത്തും ലിഖിതും പ്രേമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അക്സോണിൻ്റെ അച്ഛനും അമ്മയും പ്രേമിക്കുന്നുണ്ടായിരുന്നു. മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതും വളരെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി കണക്ക്. അവനെ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്നറിയുമ്പം ലിഖിത് ആയിക്കോട്ടെ പല്ലൊപ്പ് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. സോങ്ങ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ദിവസം പല്ലൊപ്പിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ എന്നെക്കുറിച്ച് ആലോചിച്ച് വറീഡാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പം ഞാനെന്തിനാ നിന്നെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതാണ് പല്ലൊപ്പ് റിപ്ലൈ കൊടുക്കുന്നത്. അത് പല്ലൊപ്പ് ചുമ്മാ പറയുന്നതാണെന്ന് നമ്മുടെ സോങ്ങിനും അറിയാമല്ലോ. ആള് കയ്യിൽ നിന്ന് ഒരു കിഴി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിലാണെങ്കിൽ കുറേ ഗോൾഡ് കോയിൻസ് ആണുള്ളത്. അവനില്ലാത്ത സമയത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്നുള്ള രീതിക്ക്. പക്ഷെ അത് വേണ്ട, ലിഖിത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ പണിക്ക് പോയിട്ട് ആളെ പഠിപ്പിച്ചോളാന്നാണ് പല്ലോപ്പ് പറയുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പല്ലോപ്പിന് പഠിക്കണ്ടേന്നാണ് സോങ് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീമൊന്നുമില്ല. ലിഖിത്തിന് എന്താണാവാൻ താല്പര്യം അതവളാവുന്നത് എനിക്ക് കാണണം, അത് തന്നെ ഞാൻ ഹാപ്പി ആവും. അതുകൊണ്ട് ഈ പൈസ നീ നിന്റെ പെണ്ണിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് പല്ലോപ്പ് പറയുന്നത്. നമ്മുടെ ചെക്കനൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പല്ലോപ്പിൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ രണ്ടും കൂടെ വെറുതെ വഴക്കൂടിക്കൊണ്ടിരിക്കരുതെന്ന്. അത് കഴിഞ്ഞ് സോങ് ലിഖിത്തിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അതും രണ്ടുപേരും കൂടി ഇരുന്ന് അക്സോണിൻ്റെയും സോങ്ങിൻ്റെയും സ്റ്റോറിയാണ് എഴുതുന്നത്. സോങ്ജം പറഞ്ഞു കൊടുക്കുന്നു, അവള് എഴുതുന്നു. സോങ്ജം അക്സോണിനെ കാണാൻ വേണ്ടിയിട്ട് ആ പോർട്ടൽ വഴി ചാടിയല്ലോ, അവിടം വരെയാണ് സോങ്ജം പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ കൂടുതൽ അവനും അറിയത്തില്ലല്ലോ. ലിഖിതാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഇരുന്നത്. ഈ ഒരു സമയത്താണ് ലിഖിത് ആ ഒരു പേപ്പറിൽ എഴുതുന്നതും. അതാണ് അക്സോണിന് ഇപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടിയേക്കുന്നത്. ശരി, ഇനിയിപ്പം നിന്റെ സ്റ്റോറി പറയാമെന്ന് പറഞ്ഞ് ലിഖിത്, അത് നീ നിന്റെ സ്റ്റോറി പറയാമെന്ന് പറഞ്ഞ് സോങ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവൾ പറയുന്നുണ്ട്, അവളുടെ അമ്മ പുതിയതായിട്ടൊരു മാരേജ് ചെയ്തു. അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് അഥവാ അവളുടെ രണ്ടാനച്ഛൻ ഭയങ്കര ഒരു നല്ല രീതിക്കല്ല അവളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ പല്ലോപ്പായിരുന്നു. അങ്ങനെയാണ് പല്ലോപ്പ് അവളും കൂടെ ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്സോണിൻ്റെ അമ്മേൻ്റെ കഥ. ഇത് കഴിഞ്ഞിട്ട് ലിഖിത്ത് പറയുന്നുണ്ട് സോങ്ങിൻ്റെ അടുത്ത് അവൻ്റെ കഥ പറയാൻ. ഞാനൊരാളെങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സോങ്. ഏത് ഈ സ്റ്റോറിയിലുള്ള പോലെയോ? അതേന്ന് സോങ്. എന്നിട്ട് ആളെ കണ്ടുപിടിക്കാറയോ? എപ്പോൾ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് അവളെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുമ്പം ഇതുവരേക്കും കാണാൻ പറ്റിയിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. അങ്ങനെ സംസാരിച്ച് ലിഖിത്ത് പറയുന്നുണ്ട്, ആ ഒരു സ്റ്റോറിയിലെ സോങ്ജം എന്നുള്ള പേര് മാറ്റട്ടെ എന്ന്. ആ പേര് മാറ്റണ്ട, അതാണ് നല്ല പേരെന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. നീ ഇല്ലാത്ത സമയത്ത് ഈ സ്റ്റോറി വായിക്കുമ്പം ഈ സോങ്ജം എന്നുള്ള പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ മിസ് ചെയ്യുമെന്നും പറഞ്ഞ് ലിഖിത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പേര് മാറ്റാം എന്ന സോങ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, നീ തന്നെ പേര് പറയാമെന്ന് പറഞ്ഞ സോങ്. അങ്ങനെ ലിഖിത്താണെങ്കിൽ ഇവൻ്റെ പേര് ജാപ്പാനീസിൽ എന്താണെന്ന് നോക്കിയിട്ട് അത് തന്നെ ഇടാമെന്നും പറഞ്ഞ് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ക്യോക്കു എന്നാണ് കിട്ടുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യോ എന്ന പേരിടാമെന്ന് പറഞ്ഞ് ലിഖിത്ത്. ക്യോ. ശരി ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കനും. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സോങ്ജമിനെയാണ്. സോങ്ജമല്ല ക്യോ.
ആളിപ്പോൾ ഒരു ഡോക്ടറാണ്. ഒരു നഴ്സ് വന്നിട്ട് എമർജൻസി കേസ് ഉണ്ട് പെട്ടെന്നോന്നും പറഞ്ഞ് നമ്മുടെ ക്യോനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന നമ്മുടെ സോങ് കാണുന്നത് അവിടെ പല്ലോപ്പ് നിൽക്കുന്നതാണ്. ആളുടെ തോളിലാണെങ്കിൽ ബ്ലഡ് ഒക്കെ ആയിട്ടുണ്ട്. അകത്ത് പോയിട്ട് നോക്കുമ്പം ലിഖിത്തിന്റെ തോളിലായിട്ട് കണ്ണാടിന്റെ പീസ് കുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ലിഖിത് പ്രഗ്നന്റ് ആണ്. ലിഖിത്തിനെ ചെക്ക് ചെയ്ത് പെട്ടെന്ന് ഓപ്പറേഷനിലുള്ള കാര്യങ്ങൾ നോക്കാനും പറഞ്ഞ് സോങ് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയാണ്. പേടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞാണ് ക്യോ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് തന്നെയാണ് പല്ലോപ്പ് പുറത്ത് നിൽക്കുന്നത്. അകത്ത് നമ്മുടെ ചെക്കനും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ലിഖിത മരിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന പല്ലോപ്പിൻ്റെ അടുത്തേക്ക് കുട്ടീനെയും കൊണ്ടുപോയിട്ട് നമ്മുടെ ചെക്കൻ സോറി ചോദിക്കുന്നുണ്ട്. ഇത് നിന്റെ തെറ്റല്ല എന്ന് സോങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അമ്മയില്ലാതെയാണെങ്കിലും നിന്നെ ഞാൻ നന്നായിട്ട് വളർത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ പേരായിട്ട് അക്സോൺ എന്ന് പറയാണ്. ഇത് വെച്ചിട്ട് സോങ് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. ഞങ്ങൾക്ക് ആൺകുട്ടി ഉണ്ടാവുന്നതെങ്കിൽ അക്സോൺ എന്നുള്ള പേരിടാനാണ് അവൾ പറഞ്ഞത്. ആ ഒരു നോവലിൽ അതേ പേര് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലോപ്പ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ആ ഒരു സീനോടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അക്സോൺ താമസിച്ച ആ ഒരു റൂമുണ്ടല്ലോ, നമ്മുടെ പൈമാരണ്ടും കണ്ടുമുട്ടിയ ആ ഒരു റൂം, അതേ റൂം വേണമെന്ന് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറുടെ അടുത്ത് പോയി പറയുന്നതാണ്. അതേ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു, അതേ റൂമിൽ തന്നെയായിരുന്നു നമ്മുടെ സോങ് ആ ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ ആ ഒരു പോർട്ടലിലൂടെ വന്നത്. പക്ഷേ ടൈം മാറിയിട്ടായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അന്ന് ആ ലേഡീനെയാണല്ലോ കണ്ടത്. അന്ന് അതിക്രമിച്ച് കയറിയ കണക്കായിരുന്നല്ലോ കണ്ടത്. ആ ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മുന്നേ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. അതിനൊരു ചാൻസ് ഇല്ല, നമ്മൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യോ നിൽക്കുന്നതും. അങ്ങനെ ആള് നേരെ അവരുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അതേ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അക്സോണിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതേ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ ക്യോ അഥവാ സോങ് ആ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. ആള് അവിടെ നിന്ന് പോവാൻ നിൽക്കുവാണ്. അക്സോണിന് വന്ന് താമസിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 2565 നമ്മുടെ സോങ് ആ ഒരു മിറർ മൂടി വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു സീനോടെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച അതേ സീനാണ്. ആ ഒരു ബുക്കിൽ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് അക്സോൺ വായിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അവൻ്റെ റൂമിലേക്ക് വരുവാണ്. അന്ന് നോക്കുമ്പം അവിടെ സോങ്ങിനെ കാണുന്നില്ല. ആ ഒരു മിറർ പൊട്ടിയിരിക്കുവാണ്. ഇനി ഒരിക്കലും സോങ്ങിനെ കാണാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ആ സമയത്താണ് ആരോ ഡോറ് നോക്ക് ചെയ്യുന്നത്. നോക്കുമ്പം ഡോറിൻ്റെ അടിയിൽ കൂടെയായിട്ട് ഒരു നോട്ട് വരുന്നുണ്ട്. അതിലുള്ളത് അക്സോൺ ഇത് ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ്, സോങ്സുമാണെന്ന് അക്സോണിന് മനസ്സിലാവുന്നുണ്ട്. ഡോർ തുറന്ന് നോക്കുമ്പം അവിടെ നമ്മുടെ സോങ് നിൽക്കുന്നുണ്ട്, പഴയ സോങ് ആയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞ് സോങ്സും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അക്സോൺ ആകെപ്പാടെ ഷോക്കായിട്ട് നിൽക്കുവാണ്. കാരണം അവൻ കാണുന്നത് ക്യോനെയാണ്. എന്തെങ്ങനെ നോക്കുന്നേന്ന് ക്യോ ആകെപ്പാടെ ഷോക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ അക്സോനെയും കൂടെ കാണിച്ച് ഈ ഒരു എപ്പിസോഡ് കഴിയുകയാണ്. ഒരുപാട് മിസ്റ്ററീസ് ഉണ്ടല്ലേ. ഇതൊരു ലൂപ്പാണോ? കാരണം ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അത് പിന്നെ അതേപോലെ അക്സോണിൻ്റെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് പറ്റിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ആ ഒരു മിറർ കൊണ്ടിട്ടാണല്ലോ വന്നത്, എങ്ങനെയാണ് അത് കൊണ്ടതെന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ 5ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ, സീരീസ് കഴിയും. ആ ഒരു എപ്പിസോഡിൽ എല്ലാം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ചീവീടുകളെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മഴക്കാലം കൂടെ ആവാറായതുകൊണ്ട് പിശാചുക്കൾ വെറുതെ വന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞിട്ടൊരു കാര്യമില്ല.